നമസ്കാരം. കേരളത്തിലെ 20 ലോകസഭാ മണ്ഡലങ്ങളിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ വിദ്യാഭ്യാസ യോഗ്യത, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശശി തരൂർ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അമേരിക്കയിലെ ടക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിലും അതേപോലെ തന്നെ നയതന്ത്രത്തിലും ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് ഡോക്ടർ ശശി തരൂർ. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ 16,000 പരം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അടൂർ പ്രകാശിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് BA ആൻഡ് LLB ആണ്. ശക്തമായ ത്രികോണ പോരാട്ടം എന്ന് പേരിൽ മാത്രമല്ല, പോരാട്ടത്തിലൂടെ തന്നെ വെറും തുച്ഛമായ 687 വോട്ടുകൾക്ക് മാത്രമാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതേപോലെ മൂന്നാമത്തെ മണ്ഡലം കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പ്രതികരിക്കുന്ന പ്രേമചന്ദ്രൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് BSc ആൻഡ് LLB ആണ്. LLB 1ാം റാങ്കോടുകൂടി പാസ്സായ വ്യക്തിയാണ് NK പ്രേമചന്ദ്രൻ. 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് ആൻഡോ ആൻ്റണിയാണ്. അദ്ദേഹം ഒരു BA ബിരുദധാരിയാണ്. ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ 60,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആൻഡോ ആൻ്റണി പത്തനംതിട്ടയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത മാവേലിക്കര ലോകസഭാ മണ്ഡലമാണ്. മാവേലിക്കര ലോകസഭാ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം ഒരു BA ആൻഡ് LLB കാരനാണ്. ഇക്കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 10,000 പരം വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം മാവേലിക്കര ലോകസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത് ആലപ്പുഴ ലോകസഭാ മണ്ഡലമാണ്. ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹം ഒരു MSc കാരനാണ്. 60,000 പരം വോട്ടുകൾക്കാണ് അദ്ദേഹം ഇത്തവണ ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്നത്. അടുത്തത് കോട്ടയം ലോകസഭാ മണ്ഡലത്തിൽ കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരത്തിൽ അവിടെ ഫ്രാൻസിസ് ജോർജാണ് വിജയിച്ചത്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം BA ആൻഡ് LLB കാരനാണ്. 88,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ഇത്തവണ കോട്ടയം ലോകസഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ലോകസഭാ മണ്ഡലം എന്ന് പറയുന്നത് അത് ഇടുക്കിയാണ്. ഇടുക്കി ലോകസഭാ മണ്ഡലത്തെ വിജയിച്ചത് ഡീൻ കുര്യാക്കോസാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം BSc, അതേപോലെ പൊളിറ്റിക്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിൽ ബിരുദാനന്തര ബിരുദം, അതുകൂടാതെ LLB കാരൻ കൂടിയാണ് ഡീൻ കുര്യാക്കോസ്. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം 1.5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്നത്. അടുത്ത എറണാകുളം ലോകസഭാ മണ്ഡലമാണ്. എറണാകുളം ലോകസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ഹൈബി ഈഡനാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് BCom ബിരുദധാരിയാണ്. അദ്ദേഹം 2.5 ലക്ഷം വോട്ടുകൾക്കാണ് ഇത്തവണ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്നത്. അടുത്തത് ചാലക്കുടി മണ്ഡലമാണ്. ചാലക്കുടി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ബെന്നി ബെഹന്നാണ്. അദ്ദേഹം ഒരു BCom ബിരുദധാരിയാണ്. അദ്ദേഹം ഇത്തവണ 66,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ചാലക്കുടി ലോകസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്നത്. അടുത്ത തൃശ്ശൂർ ലോകസഭാ മണ്ഡലമാണ്. ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിൽ ഇത്തവണ വിജയിച്ചത് സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ, ലിറ്ററേച്ചറിൽ ബിരുദാനന്തര ബിരുദം ഉണ്ട്. അദ്ദേഹം 77,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്നത്.
അടുത്ത ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇത്തവണ വിജയിച്ചത് നിലവിൽ നിയമസഭയിൽ മന്ത്രി കൂടിയായിട്ടുള്ള കെ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം BA ഇക്കണോമിക്സുകാരനാണ്. അദ്ദേഹം 20,000-ൽ പരം വോട്ടുകൾക്കാണ് ഇത്തവണ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്നത്. അടുത്ത പാലക്കാട് ലോക്സഭാ മണ്ഡലമാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രതികരിക്കുന്നത് VK ശ്രീകണ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം BA ഹിസ്റ്ററി ചരിത്രത്തിൽ ബിരുദമുള്ള വ്യക്തിയാണ് VK ശ്രീകണ്ഠൻ. അദ്ദേഹം ഇത്തവണ 70,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത്. അടുത്ത പൊന്നാനി ലോക്സഭാ മണ്ഡലമാണ്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇത്തവണ വിജയിച്ചത് അബ്ദുൾ സമദ് സമദാനിയാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം LLB, അതേപോലെ ബിരുദാനന്തര ബിരുദമുണ്ട്. അതുകൂടാതെ PhD കാരൻ കൂടിയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ പ്രതികരിക്കുന്ന അബ്ദുൾ സമദ് സമദാനി. അദ്ദേഹം 3 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ പൊന്നാനിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത മലപ്പുറം ലോക്സഭാ മണ്ഡലമാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇത്തവണ വിജയിച്ചത് ET മുഹമ്മദ് ബഷീറാണ്. 3,50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചു കയറിയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SSLC മാത്രമാണ്. SSLC മാത്രമാണ് ET മുഹമ്മദ് ബഷീറിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. അടുത്തത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലമാണ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് V രാഘവനാണ്. അദ്ദേഹം ഒരു BA ബിരുദധാരിയാണ്. അദ്ദേഹം ഇത്തവണ 1.5 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത വയനാട് ലോക്സഭാ മണ്ഡലമാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD എടുത്തിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ഇത്തവണത്തെ ഇലക്ഷനിൽ വയനാട്ടിൽ നിന്ന് 3.5 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത വടകര ലോക്സഭാ മണ്ഡലമാണ്. ശക്തമായ പോരാട്ടം നടന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാഫി പറമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു MBA കാരനാണ്. 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്തത് കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആ മണ്ഡലത്തിൽ പ്രതികരിക്കുന്നത് K സുധാകരനാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MA ആൻഡ് LLB കാരനാണ് K സുധാകരൻ. 1,50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ഇത്തവണ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയത്. അടുത്ത കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബിരുദധാരിയാണ്. 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറിയത്.